സ്വർണത്തിന്റെ നിധി. ഒരു കാലത്ത് കുറെ ദൂരെ ഫൂർലാംഗസ് എന്ന നഗരത്തിൽ ഒരു ചെണ്ടക്കാരൻ ആന്റണിയും അവന്റെ ഭാര്യ റോസും താമസിച്ചിരുന്നു. റോസും ആന്റണിക്കും ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുകയായിരുന്നു. അവർ ആകാംക്ഷയോടെ കാത്തിരുന്നു. ഒരു ദിവസം റോസ് ടെറസിന്റെ മുകളിൽ സൂര്യാസ്തമം കണ്ടുകൊണ്ട് നിന്നപ്പോൾ അവൾക്ക് അനുഭവപ്പെട്ടു സൂര്യൻ എന്ത് തേജസ്സുള്ളതാണെന്ന്. ഓ, ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ കുഞ്ഞിനും സൂര്യന്റെ തേജസ് കിട്ടിയാൽ അവന്റെ ജീവിതം സൂര്യപ്രകാശം പോലെ തിളങ്ങിയാലോ എന്ന്. ആ ദിവസം കഴിയാറായി. ഒരു പക്ഷി ഒരു ചെറിയ സഞ്ചിയുമായി മുകളിലൂടെ വന്നു. അത് അവരുടെ വീടിന് മുകളിലെത്തി. ആ സഞ്ചി താഴെ വെച്ചിട്ട് അത് ചുണ്ടുകൊണ്ട് കതവിൽ മുട്ടിയതും എന്നിട്ട് അവിടുന്ന് പറന്നുപോയി. ആന്റണി കതവ് തുറന്നപ്പോൾ അവരുടെ കുഞ്ഞിനെ കണ്ടു. സന്തോഷിച്ചു. ആ കുഞ്ഞിന്റെ മുടി സ്വർണ്ണ നിറത്തിലായിരുന്നു. സൂര്യാസ്തമത്തിന്റെ സൗന്ദര്യം അവനിലുണ്ടായിരുന്നു. എന്റെ സ്വർണ്ണനിധി, എന്റെ എല്ലാം, എന്റെ സൂര്യ തേജസ്സേ. നമ്മൾ ഇവനെ എന്താണ് വിളിക്കേണ്ടത്? പീറ്റർ. എന്റെ സ്വർണത്തിന്റെ നിധിയായി ഇവനെ പീറ്റർ എന്ന് വിളിക്കണം. പീറ്റർ എന്നോ? ഓ, എന്ത് നല്ല പേരാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ചെണ്ടയെടുത്ത് അവൻ ആസ്വദിച്ചു കൊട്ടി. പീറ്റർ വലുതായി ഒരു യുവസുന്ദരനായി ശക്തിശാലിയുമായി മാറി. ചുവന്ന മുടിയും കൊണ്ട് അവൻ ആ നഗരത്തിലെ സുന്ദരന്മാരിൽ ഒരുവനായിരുന്നു. അവന് കിളികളെ പോലെ മധുരമായി പാടാൻ സാധിക്കുമായിരുന്നു. അവൻ ഫോർട്ട് ലാങ്സിലെ ആർക്കും വായിക്കാൻ സാധിക്കാത്ത പോലെ ഗിറ്റാർ വായിച്ചിരുന്നു. ഈ ലോകം എന്ത് മധുരമുള്ളത്, ഈ ലോകമാണ് നമുക്ക് വേണ്ടത്, ഈ കിളികൾ മലകൾ സൂര്യനും എന്റെ മനസ്സിൽ നിറഞ്ഞൊഴുകുന്നു. ഓ, എന്റെ സ്വർണ്ണനിധിയെ, എന്തു സുന്ദരമായ ശബ്ദമാണ്. ഇവൻ ഒരു സംഗീതജ്ഞനായി രാജാവും റാണിയുടെയും കൊട്ടാരത്തിൽ പാടണം. ഇല്ല റോസ്, എന്റെ മകനൊരു യോദ്ധാവാകും. അവൻ കുപ്പായവും ധരിച്ച് ഒരു തോക്കും പിടിച്ച് അവൻ നടക്കും. 1 2 3. പിന്നെ അവന്റെ മുടി സ്വർണമല്ല, ചുവപ്പാണ്. പക്ഷെ പീറ്ററിന് ഉള്ളിനുള്ളിൽ അറിയാമായിരുന്നു അവന് ഒരു സംഗീതജ്ഞനാകണമെന്ന്, ഒരു യോദ്ധാവല്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബാൻജോ നഗരത്തിലെ സംഗീതജ്ഞൻ നഗരത്തിലെ മാർക്കറ്റിലൂടെ കടന്നു പോകുമ്പോൾ അവൻ പെട്ടെന്ന് പീറ്റർ പാടുന്നത് കേട്ടു. എനിക്ക് സൂര്യനെ ഇഷ്ടമാണ്, സൂര്യന്റെ പ്രകാശം തിളങ്ങുന്നു, കാലങ്ങൾ തോറും അങ്ങനെയായിരിക്കണം, നമുക്ക് ജീവിതം നമുക്കുറപ്പ് നൽകി, പാടാനായി ആടാനായി പാടാനായി. ബാൻജോ പീറ്ററിന്റെ ശബ്ദം കേട്ട് മതിമറന്നു പോയിരുന്നു. നിങ്ങൾ മിസ്റ്റർ, എന്താണ് നിങ്ങളുടെ പേര്? എന്റെ പേര് പീറ്റർ എന്നാണ് സർ. പീറ്റർ, നിന്റെ ശബ്ദം വളരെ നല്ലതാണ് മോനെ. നീ ആ ഗിറ്റാർ കൊണ്ട് വായിക്കുന്നതും അതിശയം തന്നെ. നീ ഒരു സംഗീതജ്ഞനാകണം കേട്ടോ. അങ്ങയുടെ വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. പക്ഷെ ഞാനൊരു യോദ്ധാവാകാനാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു യോദ്ധാവോ? എന്റെ ദൈവമേ, നീ ഒരു യോദ്ധാവല്ല. നിനക്ക് അറിഞ്ഞൂടാ നിനക്ക് ഇത്രയും അതിശയിപ്പിക്കുന്ന കഴിവുണ്ടെന്ന്. മുഴുവൻ രാജ്യത്തെയും നിനക്ക് ഏറ്റവും മികച്ച സംഗീതജ്ഞനാവാം. ഫോർട്ട് ലാങ്സിലെ തകർക്കും നീ. പക്ഷെ അച്ഛൻ അതിനെന്നെ സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് തല താഴ്ത്തി പീറ്റർ ബാൻജോവിനെയും സംശയത്തിലാക്കി അവിടെ നിന്നും നടന്നു. ദിവസങ്ങൾ കടന്നുപോയി. പെട്ടെന്ന് തന്നെ പീറ്റർ അവന്റെ മാതാപിതാക്കളോട് വിട വാങ്ങേണ്ട സമയമായി. പോയിട്ട് വരട്ടെ അച്ഛാ, പോയിട്ട് വരട്ടെ അമ്മേ. ഓ, എന്റെ സ്വർണ്ണനിധിയെ, പെട്ടെന്ന് തിരിച്ചു വാ, നിനക്കൊന്നും വരുത്താതെ. അതും ഒരു മെഡലുമായി. ഓർക്കൂ, എന്നെ വേറെ ഒന്നും സന്തോഷിപ്പിക്കില്ല. പീറ്റർ ഒരു ദീർഘശ്വാസം എടുത്തു വിടവാങ്ങി. പീറ്റർ കൂടെയുള്ള നിരയിലെ യോദ്ധാക്കളുടെ കൂടെ ചേർന്നു. യുദ്ധം ഉടനടി തന്നെ തുടങ്ങി. അത് ദിവസങ്ങളോളം നിലനിന്നു. പീറ്റർ പെട്ടെന്ന് മനസ്സിലാക്കി യുദ്ധം നാശത്തിലേക്ക് നയിക്കുമെന്ന്. അവസാനം യുദ്ധം നിലച്ചു. ശാന്തതയുടെ പ്രമാണം സേനാപതികൾ ഒപ്പുവെച്ചു. പീറ്റർ വീട്ടിലേക്ക് മടങ്ങി. വീണ്ടും ഒരു യുദ്ധത്തിലും പങ്കെടുക്കില്ല എന്ന് ശപഥം ചെയ്തുകൊണ്ട്. ഓ, എന്റെ സ്വർണ്ണനിധിയെ, നീ തിരിച്ചു വന്നോ? നിന്റെ ആശീർവാദം എന്നെ രക്ഷിച്ചു അമ്മേ. നോക്കൂ, ഞാനൊരു പോറലുമില്ലാതെ തിരിച്ചു വന്നു. അപ്പോൾ മെഡലോ? ഓ, അതില്ലാതെയാ വന്നത്. ഒരു കുഴപ്പവുമില്ല മകനെ, എനിക്ക് ഉറപ്പാണ് നിനക്ക് അടുത്ത യുദ്ധത്തിൽ അത് കിട്ടുമെന്ന്. അടുത്ത യുദ്ധം എന്നൊന്നുമില്ല. യുദ്ധം നാശത്തിനാണ്. നാശത്തിനും എല്ലാത്തിനും കാരണമാണ്. അതുപോലെ തന്നെ ഞാൻ എന്റെ സ്വന്തം തീരുമാനത്തിൽ തെറ്റായിട്ട് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്ത്? നീ എന്താണ് പിന്നെ ചെയ്യാൻ പോകുന്നത്? ഞാനൊരു പ്രസിദ്ധ സംഗീതജ്ഞനാകും. ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല, മനസ്സിലായോ? എന്റെ സ്വർണ്ണനിധിയെ വീണ്ടും ശല്യം ചെയ്യരുത്. അവൻ നിങ്ങൾ ചോദിച്ചത് ചെയ്തു. അവൻ സൈന്യത്തിൽ പങ്കെടുത്ത് യുദ്ധത്തിൽ ചേർന്നു. അവൻ ഇനി ആഗ്രഹിക്കുന്നത് അവനെ ചെയ്യാൻ അനുവദിക്കൂ. വളരെ നന്ദി അമ്മേ.
ശരി, നിനക്കിഷ്ടമുള്ളത് ചെയ്തു. ഒരേ ഒരു കാര്യം, ഞാനിതിൽ വിഷമിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആന്റണി അവിടെ നിന്നും പോയി. പീറ്റർ വിഷമിച്ചു, പക്ഷെ അമ്മ അവനെ സമാധാനിപ്പിച്ചു. എന്റെ സ്വർണനിധിയെ, അച്ഛനെ കുറിച്ച് ഒട്ടും പേടിക്കണ്ട. നിന്റെ കയ്യിൽ വിഷമിക്കാൻ ഒട്ടും സമയമില്ല. ചെല്ലു, നിനക്കിഷ്ടമുള്ളത് ചെയ്യൂ. ഞാൻ നിന്റെ അച്ഛനെ നോക്കിക്കൊള്ളാം. വളരെ നന്ദി അമ്മേ, അങ്ങ് ഏറ്റവും നല്ല അമ്മയാണ്. അങ്ങനെ അടുത്ത ദിവസം പീറ്റർ ബോൺജോയിനെ കാണാൻ ചെന്നു. ബോൺജോയും അവനെ കണ്ട് സന്തോഷിച്ചു. ഓ, നോക്കൂ ആരാണ് വന്നതെന്ന്. കഴിവ് നിറഞ്ഞ പീറ്റർ, നീ നല്ല മനസ്സോടെ തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങയെ കണ്ടതിൽ സന്തോഷം തോന്നുന്നു ബോൺജോ. നിന്നെ കണ്ടതിലും വളരെ സന്തോഷം തോന്നുന്നു പീറ്റർ. പറയൂ, എന്താണ് നീ ഇവിടെ? പീറ്റർ ബോൺജോയോട് അവന്റെ യുദ്ധത്തിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എങ്ങനെ അവൻ വീണ്ടും യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് ശപഥം ചെയ്തതും. അച്ഛൻ എന്റെ ഈ നിർണയത്തിൽ ദുഃഖിതനാണ്, പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഇതെല്ലാം ആഗ്രഹിച്ചത്. അവസാനം നീ നിനക്കായി സംസാരിച്ചു മകനെ. നിന്റെ പുതിയ തുടക്കത്തിനായി നമ്മൾ ആഘോഷിക്കണം. ലിൻഡ ലിൻഡ ബാഞ്ചോയുടെ സഹോദരിയായിരുന്നു. അവൾ മുറിയിലേക്ക് വന്നു. അവളെ കണ്ടതും പീറ്റർ മയങ്ങിപ്പോയി. പീറ്റർ, ഇതാണ് എന്റെ സഹോദരി ലിൻഡ. ലിൻഡ, ഇതാണ് പീറ്റർ. പീറ്ററും ലിൻഡയും തമ്മിൽ നോക്കി ചിരിച്ചു. ലിൻഡ, ഞങ്ങൾക്ക് ഇന്ന് ആഘോഷിക്കണം. ഈ അടുക്കളയിൽ നിന്നും ഉള്ളതിൽ ഏറ്റവും നല്ല പലഹാരം കൊണ്ടുവരാമോ? തീർച്ചയായും ചേട്ടാ. കുറെ ദിവസങ്ങളോളം പീറ്റർ ഗിറ്റാർ വായിച്ചും പാടിയും ബാഞ്ചോയുടെ വീട്ടിൽ തങ്ങിയിരുന്നു. അവിടെയാണെങ്കിൽ കുറെ മന്ത്രികളും രാജസദസ്സിലെ ആൾക്കാരും വന്നിരുന്നു. എല്ലാവരും പീറ്ററിന്റെ പാട്ട് കേട്ട് ആസ്വദിച്ചിരുന്നു. പ്രത്യേകിച്ച് ലിൻഡ. അവൾ അവനുമായി പ്രണയത്തിലായി. പെട്ടെന്ന് തന്നെ അവർ കൈയോട് കൈ ചേർന്ന് വളരെയധികം സ്നേഹത്തിലായിരുന്നു. ബാഞ്ചോയ്ക്ക് ഈ കാര്യം മനസ്സിലായപ്പോൾ അവന് വളരെയധികം സന്തോഷവും തോന്നി. എന്റെ സഹോദരിയും എന്റെ ഏറ്റവും നല്ല സുഹൃത്തും. ഇനി ഇതിൽ പകരം എന്ത് വേണം എനിക്ക്? വളരെ നന്ദി ബാഞ്ചോ, ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കണം. ഓ, വളരെ നല്ല കാര്യം. പക്ഷെ ഞാൻ പറയുന്നു, കുറച്ച് സമയം കാക്കണമെന്ന്. പീറ്ററും ലിൻഡയും സംശയിച്ചു. എന്താണത്? നമ്മുടെ മഹാരാജാവിന്റെ ഉത്തരവാണ്. രാജകുമാരിയുടെ വിവാഹത്തിന് നീ പാടണമെന്ന്. അത് വളരെ സന്തോഷിപ്പിക്കുന്ന വാർത്തയാണ്. പീറ്റർ ബാഞ്ചോയ്ക്ക് നന്ദി പറഞ്ഞു. എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ലിൻഡ മുറിയിൽ ഇല്ലായിരുന്നു. അവന് മനസ്സിലായി അവൾക്ക് വിഷമമായി എന്ന്. പക്ഷെ രാജാവിന് മുന്നിൽ രാജകൊട്ടാരത്തിൽ പാടുക എന്ന് ആയിരുന്നു അവന്റെ ജീവിതാഭിലാഷം. അവൻ ഉടനടി വീട്ടിലെത്തി. അവന്റെ അമ്മയോട് എല്ലാ കാര്യവും അവൻ പറഞ്ഞു. അവർക്ക് സന്തോഷമായി. എന്നിട്ട് അവന്റെ യാത്രയ്ക്കായി ഏറ്റവും നല്ല ആഹാരം അവർ ഉണ്ടാക്കി. അവൻ അവരോട് വിട പറഞ്ഞു അവിടെ നിന്നും പോയി. പീറ്റർ ആ രാജകീയ വിവാഹത്തിൽ പാടി. എല്ലാവരും ആടുകയും കൈകൊട്ടുകയും ചെയ്തു. അവൻ വളരെ അറിയപ്പെടുന്നവനായി. അടുത്തുള്ള രാജ്യത്തെ രാജാവും റാണിയുമൊക്കെ ആ വിവാഹത്തിന് വന്നതുകൊണ്ട് അവരും ഇവനെ അവരുടെ രാജ്യത്തിൽ പാടാൻ വിളിച്ചു. പീറ്റർ അവരുടെ ആവശ്യം സമ്മതിച്ചു. പീറ്റർ രാജ്യത്തോട് രാജ്യം കറങ്ങാൻ തുടങ്ങി. അവന്റെ ഗിറ്റാർ വായിച്ചും അവന്റെ പാട്ടുകൾ പാടിയും അവൻ വളരെയധികം അറിയപ്പെടുന്നവനായി മാറി. അതുകൊണ്ട് ആൾക്കാർ അവനെ പീറ്റർ ചുവന്ന മുടിയുള്ളവൻ എന്ന പാട്ടുകാരൻ എന്ന് വിളിച്ചു. പക്ഷേ ഇത്രയും ബഹുമാനവും പുരസ്കാരത്തിനും അർഹനായ പീറ്റർ അവന്റെ കുടുംബത്തെയും ലിൻഡയെയും കുറിച്ച് ആലോചിച്ചു. അവസാനത്തെ വിവാഹ അവസരം കഴിഞ്ഞു. പീറ്റർ അവന്റെ യാത്ര തിരിച്ച് ഫോർട്ട് ലാങ്സിലേക്ക് തുടങ്ങി. അവന്റെ യാത്രയിൽ അവൻ ചിന്തിച്ചു അവൻ എങ്ങനെയാണ് അവസാനം ആഗ്രഹിച്ചത് എല്ലാം നേടിയതെന്ന്. അവൻ വീട്ടിലെത്തിയപ്പോൾ അവന്റെ അമ്മ പാത്രങ്ങൾ താഴെയിട്ട് അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഓ, എന്റെ സ്വർണനിധിയെ, നീ തിരിച്ചു വന്നിരിക്കുന്നു. അതെ അമ്മേ, ഞാൻ വന്നിരിക്കുന്നു. നോക്കൂ ഞാൻ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. പീറ്റർ കൊണ്ടുവന്ന സഞ്ചി അമ്മയുടെ കയ്യിൽ കൊടുത്തു. അത് വളരെ ഭാരമുള്ളതായിരുന്നു. അതുകൊണ്ട് അവൾ അത് താഴെ വെച്ചു. അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് മുഴുവൻ സ്വർണവും വജ്രങ്ങളുമായിരുന്നു. തിളക്കമേറിയതും അത് വളരെയധികം വിലപ്പെട്ടതായിരുന്നു. ഓ, നമ്മൾ ധനികരായി. നമ്മുടെ മകൻ നമുക്കായി ഭാഗ്യം കൊണ്ടുവന്നു. ആന്റണിക്കെന്തോ ഒരു സന്തോഷമില്ലായ്മ. അയാൾ മിണ്ടാതെ ജനലിലൂടെ നോക്കി ആ ചാരു കസേരയിലിരുന്നു. പീറ്റർ അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. പോക്കറ്റിൽ നിന്നും ഒരു മെഡൽ വെളിയിലെടുത്തു. അച്ഛാ, ഇത് അങ്ങേക്കുള്ളതാണ്. എനിക്ക് ഈ മെഡൽ ചൈനയിലെ ഒരു മഹാരാജാവ് തന്നതാണ്. ആന്റണി മെഡൽ എടുത്ത് അതിനെ നോക്കി. കണ്ണുനീർ വീഴാൻ തുടങ്ങി. അയാൾ എഴുന്നേറ്റ് നിന്നു. മകനെ കെട്ടിപ്പിടിച്ചു. നീ എന്റെ അഭിമാനത്തിന് കാരണമായി മകനെ. റോസ്, നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ ഇവൻ സംഗീതജ്ഞനാകണമെന്ന്. അവർ തമ്മിൽ നോക്കി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി.
പീറ്റർ ലിൻഡയെ വിവാഹം ചെയ്തു. പിന്നെ വലിയ ആഘോഷമുണ്ടായിരുന്നു. അപ്പോൾ റോസ് മകനെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചു. എന്റെ മകൻ അവന്റെ സ്വപ്നങ്ങൾ തേടി നമ്മൾ എല്ലാവർക്കും അഭിമാനം കൊണ്ടു തന്നു. വേറെ ഒരു നല്ല മകനെ കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല. എന്റെ സ്വർണ്ണനിധി. വളരെ നന്ദി അമ്മ. പക്ഷെ ഇപ്പോൾ സമയമായിരിക്കുന്നു, കാരണം അമ്മ എന്റെ മുടി ചുവപ്പാണ്, സ്വർണം നിറത്തിലല്ല. ഓ പീറ്റർ, ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ഓ മകനെ, നിന്റെ മുടിയല്ല സ്വർണത്തിന്റെ, നിന്റെ ഹൃദയമാണ്. അതെ, നിന്റെ സുന്ദരമായ ആ ഹൃദയം വളരെ സുന്ദരമായ സംഗീതമുണ്ടാക്കുന്നു. അത് സൂര്യാസ്തമയത്തിന്റെ വരദാനമാണ്. അതുകൊണ്ടാണ് നീ പാടുമ്പോഴൊക്കെ എല്ലാവരുടെയും മനസ്സ് സന്തോഷം കൊണ്ട് നിറയുന്നത്. അമ്മേ, എന്നോടിത് നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ലമ്മേ? ഞാൻ എന്തു പറയാനാണ്? ഞാൻ അവസാനിക്കാനായി കാക്കുന്നു.